മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? റെസിപ്പീസൊക്കെ കണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടണമുണ്ടല്ലോ. അത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളോട് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഹായ് പറയണമല്ലോ ഞാൻ. അതായത് നമ്മുടെ സബ്സ്ക്രൈബറായ ധന്യ അനീഷിന് മമ്മാസ് കിച്ചൻ്റെ വക ഒരു ഹായ്. പിന്നെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബറായ ആനി വർഗീസിൻ്റെ ഫാമിലിക്ക് ഒരു ഹായ്. പിന്നെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബറായ നോയസിൻ്റെ മക്കളായ മിന്നൂസിനും ആമിക്കുട്ടിക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് ഹായ്. പിന്നെ ഇന്ന് നമ്മൾ കേവലം ഒരു വളരെ ലളിതമായ ഒരു കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു തൊടുകറി ചെയ്യുന്നത്. അതായത് ഒരു ചമ്മന്തിയാണെന്ന് ചെയ്യുന്നത്. അതായത് ഇരുമ്പുളി കൊണ്ടുള്ള ചമ്മന്തി. ഇരുമ്പുളിയും കാന്താരിമുളകും ഉള്ളി ഉപ്പും ഒക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ലളിതമാണ്. കഞ്ഞിക്ക് കൂടുതൽ രുചികരമായിരിക്കും. പിന്നെ നോമ്പുകാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കൊക്കെ ഇരുമ്പുളി ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്ന് ഒരു തൊടു ചമ്മന്തി ഉണ്ടാക്കിക്കളയാം. അപ്പോൾ കാന്താരിമുളക് ചേർത്ത് അത് വളരെ രുചികരമാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിക്കളയാം. കണ്ടോ, ഇതെന്നാ ആ മരത്തിൻ്റെ അടിയിൽ കിടക്കണേന്നാ? ഇത് നമ്മുടെ ആദ്യ അമ്മച്ചി നട്ട ഇരുമ്പുളിമരാണ്. അതിലെ അടിയിൽ കുറേ പുളി ഉണ്ടായി കിടപ്പുണ്ട്. അത് ശരിക്കും പറഞ്ഞാലില്ലേ മൂത്ത് വന്നേ ഉള്ളൂ. അതിന് നമുക്ക് എനിക്ക് തോന്നി ഇത് കിടക്കണം കണ്ടപ്പോ ഇനി അടുത്ത ആഴ്ചത്തേക്ക് ചിലപ്പോ മൂപ്പ് കൂടിപ്പോകും. എന്നാ ഈ ആഴ്ച ഒരു 5-8 എടുത്തേച്ച് നമ്മുടെ സ്വന്തം കാന്താരിമുളകും കൂടെ ചേർത്ത് ഒരു തേങ്ങ ഇട്ടുള്ള ഒരു ചമ്മന്തി കാണിക്കാൻ. വെറും 5 മിനിറ്റ്. ഞാനത് മുഴുത്തത് നോക്കി ഒന്ന് പറിക്കട്ടെ. വെയിലുള്ളപ്പോഴേ ഇതിൽ കാണാൻ പറ്റുള്ളൂ. അത് ഇച്ചിരി വെയിലായി പോയി. കേട്ടോ, പറിച്ചെടുക്കുക. ഒരു 5-6 പറിച്ചാൽ മതി. അതിനുള്ളത് മതി. ഇനി ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ചോട്ടിൽ മുഴുവൻ ഇരുമ്പുളി പഴുത്ത് വീഴും. ഓർക്കണില്ലേ? എന്നിട്ട് ഒരു സംഭവം പറഞ്ഞു തരാനുണ്ട് എനിക്ക്. ഇത് മതി, നമുക്ക് ഇത്രയും മതി. അതിൽ കൂടുതൽ പറിക്കേണ്ടത്. ഇനി വേറൊരു സംഗതിയും കൂടെ കാണിക്കാനുണ്ട് ആ കൂടെ. ഇത് ഇരുമ്പുളി നമ്മൾ പറിച്ചെടുത്തത്. നോക്കട്ടെ, നോക്കിക്കോ. ഇതാണ് നമ്മൾ പറിച്ചെടുത്ത ഇരുമ്പുളി. മൂത്ത് വന്നെയുള്ള അതിൽ 3-4 ശരിക്കും മൂത്തതുള്ള മുഴുത്ത് കിടക്കണം കേട്ടോ. അത് ശരിക്കും മൂത്തത്. വേറെ ഒരു സംഭവം കാണിക്കാനുണ്ട്. എന്റെ പുറകെ 1 മിനിറ്റേക്ക് വന്നേ. ചട്ടിക്കകത്താകും. ചെടി നനച്ച് ചെന്നപ്പോഴാ മോനെ ദേ ചട്ടിയിൽ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ കുനുമ്പായിട്ട് വരുവായിരുന്നു ഇരുമ്പുളത്തയ്യ. കണ്ടോ, തന്നെ ഇതിന്ന് വീണ് കിളുത്ത് ഈ നനവുള്ളത് കൊണ്ട് കണ്ട് കിളുത്ത് വന്നതാ. അത് ശരി. ഇനി വേറെ ഒന്നെ അവിടെ പയറിന്റെ ചോട്ടിൽ മുഴുത്തത് നിപ്പുണ്ട്. അത് എടുത്തോ, അതാ ഇച്ചിരൂടെ വലുത്. ആ പയറ് നനയ്ക്കുമ്പോ വെള്ളം വീണതാന്ന് തോന്നുന്നു. അത് ശരി. ഇതങ്ങനെ അധികം കിളുക്കാറില്ല അല്ലേ? പക്ഷെ എന്തോ നമ്മള് ഇരുമ്പുളിയും കാന്താരിമുളകും ചുമന്നുള്ളിയും ഉപ്പും ഒരു സ്വല്പം പുളിക്ക് ചേരാൻ പാകത്തിനുള്ള തേങ്ങയും ചേർത്തുള്ള നോമ്പ് കാലത്ത് ഉപയോഗിക്കാൻ കഞ്ഞിക്കാണ് കൂടുതൽ നല്ലത് പറ്റിയ ഒരു വളരെ ലളിതമായ ചമ്മന്തി. അത് നമ്മുടെ സ്വന്തം ഇരുമ്പുളി, സ്വന്തം കാന്താരിമുളക് പഴുത്തു പോയി കേട്ടോ. തേങ്ങ സ്വന്തം. അത് തന്നെ പ്രത്യേകിച്ച് പറയണോ? തേങ്ങ സ്വന്തം മാത്രം മേടിച്ചോളൂ. ഉപ്പും അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു ചമ്മന്തി അരയ്ക്കാം. അതിനായിട്ട് ഈ ചെറിയ ബൗള് മിക്സിയുടെ, എന്നിട്ട് ഇരുമ്പുളി ഒന്ന് കട്ട് ചെയ്തിടണം, അല്ലെങ്കിൽ അത് കൊണ്ടുപോലെ കിടക്കും. വലുതല്ലേ ഇരുമ്പുളി, നമുക്ക് അടിയിലിട്ട് കളയാട്ടോ. വെള്ളാംശം ഉള്ളതല്ലേ. ദേ കട്ട് ചെയ്യണം. അത് ചെയ്യും അങ്ങനെ. കട്ട് ചെയ്ത് ചുമ്മാ ഒന്നങ്ങനെ കട്ട് ചെയ്താൽ മതി, കൊണ്ടുപോലെ വരാതിരിക്കാൻ. ഇതെന്നാണോ കൂടുതൽ അരഞ്ഞു പോയാൽ കൊള്ളൂല. ഒരു ഒതുങ്ങം പോലെയാ ചമ്മന്തി. അതുകൊണ്ടാട്ടോ. പിന്നെ നമുക്ക് നോമ്പുകാലത്ത് പറ്റിയ വേറെ ചമ്മന്തിയൊക്കെ കാണിക്കാം. കുറെ ചമ്മന്തികൾ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ ലിങ്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അല്ല, മാങ്ങാ ചമ്മന്തി, അതെ, നെല്ലിക്ക ചമ്മന്തി, മുളക് ചുട്ട ചമ്മന്തിയൊക്കെ ഇട്ടിട്ടില്ലേ? വല്ലപ്പോഴും ഒക്കെ അത് ഒന്ന് ലിങ്ക് ഇട്ട് കൊടുക്കും. അപ്പൊ എല്ലാരും നോക്കൂ, അത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കാന്താരിമുളക്, അത് അവനവന്റെ എരിവിനനുസരിച്ചിട്ടോ. കാന്താരിമുളക് ചെറിയ ചെറിയ മുളകാണ് പഴുത്തത്. ഇനി ഉള്ളി, പിന്നെ ഉപ്പ കണ്ടോ? കണ്ടു. പിന്നെ നമ്മുടെ തേങ്ങ. അത് ഞാൻ പറഞ്ഞില്ലേ,
പുളി എന്തോരം വേണമെന്നും അതിന്റെ അനുസരിച്ച് തേങ്ങ ചേർത്താൽ മതി കേട്ടോ. പുളി കൂടുതൽ വേണമെങ്കിൽ തേങ്ങ കുറവാവണം. നമുക്ക് ഇവിടെ പുളി ഇച്ചിരി താല്പര്യം കുറവായതുകൊണ്ട് ഇച്ചിരി തേങ്ങ കൂടുതൽ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒന്നും ഒഴിക്കേണ്ടി വരും, ഇരുമ്പമ്പുളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒരു സ്വല്പം ഒഴിച്ചില്ലെങ്കിൽ മിക്സിക്ക് കംപ്ലൈന്റ്. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കഷ്ടി വെള്ളം ഒഴിച്ച് വെച്ച് അടിച്ചോണ്ട് വരാം. വെള്ളം ഇത്രയേ ഉള്ളൂ. കണ്ട കണ്ടു ഒഴിച്ചു. അത് മതി. ഇനി മിക്സി അടച്ച് നമുക്ക് അരക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. മതി. ചമ്മന്തി നമ്മള് സ്പൂണും കൊണ്ട് കോരി ഈ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഉരുട്ടി കാണിക്കാം. ഞാനിപ്പോ കോരി ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ആദ്യം. അടിപൊളി. എടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു തൊടുകറി ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല, ഞാൻ ആദ്യം അത്ര രസം ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നോയമ്പൊക്കെ അല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മാറി കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ ഒരു രസമല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം id കൂടി ഉണ്ട്, mummas.kitchen65. അവിടെ പോയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും